ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒരു വൈബ്രേറ്റിംഗ് ആറ്റത്തിന് നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ അലൗഡ് എനർജി ലെവൽസ് ഓഫ് ദാറ്റ് മോളിക്യൂൾ ആൻഡ് ആൾസോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പോസിബിളായിട്ടുള്ള ട്രാൻസിഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടത് അലൗഡ് എനർജി ലെവൽസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് ന്യൂ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇതിൽ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ് വി പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് ന്യൂ ഒ. സോ വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ, ന്യൂ ഒ ഈസ് ദ ഇക്വിലിബ്രിയം ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റഡി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഗവൺ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെലക്ഷൻ റൂൾ എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് ഡെൽറ്റ വി ഈക്വൽ ടു +or-1. അതായത് ട്രാൻസിഷൻസ് നിയറസ്റ്റ് ലെവലിലേക്ക് മാത്രമുള്ള ട്രാൻസിഷൻസേ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈന് നമ്മൾ നോക്കിക്കഴിഞ്ഞു, എനർജി ലെവൽസ് മാർക്ക് ചെയ്തു, ഓരോ ലെവലിലുള്ള ട്രാൻസിഷൻസ് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈന് ഇറ്റ് ഈസ് ഓഫ് എ സിംഗിൾ ഫ്രീക്വൻസി ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിംഗിൾ ഫ്രീക്വൻസി ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ, നമുക്ക് നോക്കി നോക്കാം, വി പ്ലസ് ഹാഫും അതിന് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ വി പ്ലസ് 1 പ്ലസ് ഹാഫാണ് വി പ്ലസ് 3/2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. എനർജി ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ അതിന് കറസ്പോണ്ട് ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫ്രീക്വൻസി സ്പെക്ട്രൽ ലൈൻ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ആക്ച്വൽ സ്പെക്ട്രൽ ലൈൻസാണ് നമുക്ക് ഇൻഫ്രാറെഡ് സ്പെക്ട്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ എ ലാർജ് നമ്പർ ഓഫ് ലൈൻസ്. And so we have to explain how these different lines are obtained. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയിൽ സം കറക്ഷൻസ് ടു ബി ആഡഡ് സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടണം, പുതിയ സ്പെക്ട്രൽ ലൈൻ, അതായത് ഒരുപാട് ലൈൻസ് ഉള്ള ഒരു സ്പെക്ട്രൽ ലൈൻ ഒബ്സർവ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് നമ്മൾ ഓൾറെഡി എടുത്തത് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കറക്റ്റ്, ബട്ട് സം corrections to be added to it in order to explain the various spectral lines found in the infrared spectrum. So for that നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മോഡലാണ് അൺഹാർമോണിക് ഓസിലേറ്റർ മോഡൽ. അപ്പോൾ അൺഹാർമോണിക് ഓസിലേറ്റർ മോഡൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ നോട്ട് ഡീലിംഗ് ദ മോളിക്യൂൾ ആസ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മളൊരു മോളിക്യൂളിനെ ഡീൽ ചെയ്യുന്നത് അൺഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ്. അതായത് ദ ബോണ്ട് ഡസ് നോട്ട് ഒബേ ദ ഹൂക്സ് ലോ. സോ എനർജി ഫങ്ഷൻ ഈസ് നോട്ട് എ പാരാബോളിക് ഇൻ നേച്ചർ. സോ ആ ഒരു കേസിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് PM മോസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് നമ്മൾ പറയുന്നത് മോസ് ഫംഗ്ഷൻ എന്ന് പറയും. ആൻഡ് ദ എക്സ്പ്രഷൻ ഫോർ മോസ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ U ഈസ് ഈക്വൽ ടു DE ഇൻറ്റു 1 - എക്സ്പോണൻഷ്യൽ ഇൻറ്റു A ഇൻറ്റു RE - RD ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ കേസിലാണെങ്കിൽ നമുക്കത് U ഈസ് ഈക്വൽ ടു ½ kx² ആണ്. പ്യുവർലി പാരാബോളിക് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആയിരുന്നു നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു മോസ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ DE ഇറ്റ് ഈസ് കോൾഡ് ദ ഡിസോസിയേഷൻ എനർജി ആൻഡ് A is also a constant for a particular molecule എന്ന് പറയാൻ പറ്റും. RE is the equilibrium distance and R is the distance bond length എന്ന് പറയാൻ പറ്റും നമുക്ക്. So dissociation energy means it is the energy which is to be given to separate the atoms in a molecule എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സപ്പോസ് നമ്മൾ ബോണ്ട് ബിറ്റ്വീൻ ആറ്റം ഈസ് സ്ട്രെച്ച്ഡ് ബിയോണ്ട് എ ലിമിറ്റ്, നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദർ കംസ് എ പോയിന്റ് അറ്റ് വിച്ച് ഇറ്റ് വിൽ ബ്രേക്ക്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടു നിയർ ബൈ ആറ്റംസ് വിൽ ബ്രേക്ക് ആൻഡ് ദ മോളിക്യൂൾ വിൽ ബി ഡിസോസിയേറ്റഡ് ഇൻ ടു ആറ്റംസ്. അപ്പോൾ ആ ഒരു എനർജി, ഹൗ മച്ച് എനർജി ഫോർ ദാറ്റ്, അത് നമ്മൾ സപ്ലൈ ചെയ്യണം. ആ എനർജിക്കാണ് നമ്മൾ ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനിൽ നമുക്ക് R ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇപ്പോൾ U എന്ന് പറയുന്ന ഇക്വേഷനിൽ DE ഇൻറ്റു 1 - എക്സ്പോണൻഷ്യൽ A ഇൻറ്റു RE - R. അപ്പോൾ ഇതിൽ RE - R അത് ഹോൾ സ്ക്വയർ.
So suppose it is r equal to infinity, so this becomes 1 minus exponential minus r. Exponential minus r, it is equal to 1 by infinity, so it is equal to 0. So it is dE into 1 minus 0, so u will be equal to dE. So at r equal to infinity, u will be the potential energy will be equal to the dissociation energy, or we can define the dissociation energy as the energy which is to be supplied to break the molecule into its separate atoms. So if we plot the graph of potential versus distance, the nature of the graph is shown here. R is represented along the x-axis and u is represented along the y-axis. So this is the nature of the graph. So when r is increased beyond a particular limit, there is a chance for this u becomes this dE, or when u is equal to dE, the separation between them will be, you can take it as infinity. So that is termed as the dissociation energy. Now another term which we can see from here is that in the expression for u is equal to dE into 1 minus exponential RA into RE minus R the whole square. ആ എക്സ്പെൻഷനിൽ നമ്മൾ r equal to RE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ when r equal to RE, so this expression becomes RE minus R, അത് 0 ആയിട്ട് മാറും. എക്സ്പൊണൻഷ്യൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is 1 ആണ്. So 1 minus 1 നമുക്ക് 0 കിട്ടും. So u will be equal to 0. So at the equilibrium distance, the potential energy is minimum. So that is also shown here. At r equal to RE, the value of the potential energy is equal to 0. Next we can see നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് വൈബ്രേഷണൽ ലെവൽസിൻ്റെ എക്സ്പ്രഷൻസ് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ suppose the potential satisfied by the molecule is of the Morse function. അപ്പോൾ നമുക്ക് corresponding Schrodinger equation we can write, and by solving the Schrodinger equation we can find out the expression for energy levels. So the expression for energy levels are given by v plus half into nu e bar minus v plus half the whole square into nu e bar into x. Along with that ഒരുപാട് ടേംസ് ഉണ്ട്. ഇതിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ ക്യൂബ് ടേം ഒക്കെ വരുന്ന ടേംസ് വരുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർമോണിസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർമോണിസിറ്റി കോൺസ്റ്റൻസ് വരാറുണ്ട് ബൈ ഇ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേം മാത്രമേ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കേസിലും വി എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ കോണ്ടന്റ് നമ്പറാണ്. ഇറ്റ്സ് വാല്യൂ is 0, 1, 2, etc. So nu e bar is the equilibrium vibrational frequency of the oscillator. It is expressed in wave numbers, and xe is the unharmonicity constant. The higher unharmonic terms are also neglected. That is, the first unharmonic term which is retained is small and positive for bond stretching vibrations. അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ടേം മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെക്ട്രാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എനർജിയുടെ എക്സ്പ്രഷനാണ് നമുക്ക് മോഡിഫൈഡ് ഇറ്റ് ഇൻറ്റു ഇ വി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ന്യൂ ഇ ബാർ ഇൻറ്റു എക്സ് ഇ. നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷനെ ഞാൻ മോഡിഫൈ ചെയ്തിട്ട് എഴുതുകയാണ്. വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ എന്ന് പറയുന്ന ടേം നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. സോ റിമൈനിങ് വരുന്ന ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കുള്ള എക്സ്പ്രഷന് വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ന്യൂ ഇ ബാർ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ. അപ്പോൾ രണ്ടിലും വി പ്ലസ് ഹാഫ് കോമൺ ആണ്, ന്യൂ ഇ ബാറും കോമൺ ആണ്. സോ ആ ടേം നമ്മളിവിടെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ റിമൈനിങ് ഫസ്റ്റ് ടേമിൽ വരുന്നത് 1 എന്ന് പറയുന്ന ടേം റിട്ടൈൻ ചെയ്യും. സെക്കൻഡ് ടേമിൽ വരുന്നത് വി പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഒരു ടേം ബാക്കി വരും. ഇതാണ് നമ്മളിതിനെ റീറൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷന്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് എപ്സിലോൺ വി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ബാർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്രഷനും ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സ്പ്രഷനായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഫ്രീക്വൻസിക്ക് നമ്മൾ ന്യൂ ബാർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്നാണ് കൊടുത്തത്. ഇവിടെ അതിനെ കൊടുത്തിരിക്കുന്നത് ഇക്വിലിബ്രിയം ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ 2 എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വി പ്ലസ് ഹാഫ് 2 ടേമിലും കോമൺ ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. ബാക്കി വരുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇ ആർ ഉണ്ട്, അതുപോലെ 1 മൈനസ് വി പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ടേം. ഈ ടേമിനെ നമുക്ക് ന്യൂ ബാറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. സോ
this is the relation between nu bar and nu e bar. That is nu bar is equal to 1 minus v plus half into xc into nu e bar. So this is the relation between equilibrium frequency and fundamental frequency. For that expression we will obtain like this. ഇനി നമുക്ക് ഈ കേസിൽ ഡിഫറെൻറ്റ് എനർജി ലെവൽസിൻ്റെ വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ v ഈക്വൽ ടു 0 ആണ് ഫസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എനർജി സ്റ്റേറ്റിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് എനർജി സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ 0 നമുക്ക് കിട്ടും. എപ്സിലോൺ 0ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ആണ്. എഗെയിൻ വി 0 ആണ്. സോ ഇറ്റ് ഈസ് 1/4 ന്യൂ ഇ ബാർ ഇൻറ്റു എക്സ് സി. സോ ഈ ടേമിൽ നമുക്ക് 1/2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/2 ഇൻറ്റു 1 മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് സി ഇൻറ്റു ഔട്ട് സൈഡ് നമുക്ക് ന്യൂ ഇ ബാർ കിട്ടും. സോ ദാറ്റ് എക്സ്പ്രഷൻ ഇറ്റ് ഇസ് ഷോൺ ലൈക്ക് ഹിയർ. So the expression for EO is equal to E0 is equal to half into 1 minus half into Xc into nu e bar. So this is the expression for the first energy level. Similarly for the second one എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? സെക്കൻഡ് വണ്ണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ബി ബി പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ 3/2 nu e bar മൈനസ് 3/2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 9/4 ഇൻറ്റു ന്യൂ ഇ ബാർ ഇൻറ്റു എക്സ് സി എന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 3/2 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 3/2 സപ്പോസ് യു ടേക്ക് ഔട്ട് സൈഡ്. സോ ദ എക്സ്പ്രഷൻ വിൽ ബിക്കം 3/2 ഇൻറ്റു ദാറ്റ് ഈസ് 1 മൈനസ് അഗെയിൻ 3/2 ഇൻറ്റു എക്സ് സി ഇൻറ്റു ന്യൂ ഇ ബാർ എന്ന് പറയുന്ന ന്യൂ ഇ ബാർ നമുക്ക് ഔട്ട് സൈഡ് എഴുതാൻ പറ്റും. സോ ഇതിൻ്റെ മൊത്തം ഇഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്ന ഹാഫ് ന്യൂ ബാർ 3/2 ന്യൂ ബാർ ഇങ്ങനെയായിരുന്നു വാല്യൂസ് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസ് വന്നതെങ്കിൽ ഇവിടെ അതിന് പകരം ഹാഫിൻ്റെ കൂടെ ഒരു സം ടേം മോഡിഫിക്കേഷൻ വന്നിട്ട് ഹാഫ് ഇൻറ്റു 1 മൈനസ് ഹാഫ് എക്സ് സി, അതുപോലെ അടുത്തതിലാണെങ്കിൽ 1 മൈനസ് 3/2 എക്സ് സി എന്ന് പറയുന്ന ടേംസൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹയർ വാല്യൂസ് ഓഫ് വി ഇ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ലെവൽസ് എല്ലാം മോർ ക്രൗഡഡ് ആയിട്ടിരിക്കും. നേരത്തെ കേസിലാണെങ്കിൽ നമുക്ക് എല്ലാം ഈക്വലി സെപ്പറേറ്റഡ് ആണെങ്കിൽ ഇവിടെ ഹയർ എനർജി ടേംസിലേക്ക് വരുന്തോറും നമ്മളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹയർ ലെവലിലേക്ക് വരുന്തോറും ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ നിയർ ബൈ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക. ഓർ വി ക്യാൻ സേ ദാറ്റ് ആസ് ദ വാല്യൂ ഓഫ് വി ഇൻക്രീസസ് ദ എനർജി ലെവൽസ് ആർ ഫൗണ്ട് ടു ബി ക്രൗഡഡ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് നമുക്കിതിലെ പോസിബിൾ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ എത്ര സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ് ചെയ്യും എന്നുള്ളത് കാണണമെങ്കിൽ വി ഹാവ് ടു നോ ദി സെലക്ഷൻ റൂൾസ്. സോ ദ സെലക്ഷൻ റൂൾസ് ഈ കേസിൽ ഇറ്റ് ഈസ് ഡെൽറ്റ വി ഈക്വൽ ടു +or -1 +or -2 +or -3 എന്ന് പറയുന്ന കേസാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ വി നേരത്തെ കേസിലാണെങ്കിൽ അത് +or -1 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് +or -1 +or -2 +or -3 എല്ലാം പോസിബിളാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ലെവൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഈക്വൽ ടു 0 to വി ഈക്വൽ ടു 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഡെൽറ്റ വി ഈക്വൽ ടു +1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 1+ അപ്പർ ലെവലിൻ്റെ വാല്യൂ വി ഈക്വൽ ടു 1 ആണ്, ലോവർ ലെവലിന് വി ഈക്വൽ ടു 0 ആണ്. സോ ഫോർ അപ്പർ ലെവൽ ഇറ്റ് ഈസ് 1 + half ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് 1 + half ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ന്യൂ ഇ ബാർ മൈനസ് ലോവർ ലെവലിനാണെങ്കിൽ ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ന്യൂ ഇ ബാർ. അപ്പോൾ ഇതിൽ കോമൺ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3/2 ന്യൂ ഇ ബാറാണ്, ഇവിടെ 1/2 ന്യൂ ഇ ബാറാണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഇ ബാർ എന്ന് പറയുന്ന ഒരു വാല്യൂ വരും. ദെൻ നെക്സ്റ്റ് ടേമിൽ ഇവിടെ ഇറ്റ് ഈസ് 3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 മൈനസ് ഇവിടെ വരുന്നത് അത് ഇറ്റ് ഈസ് 1/2 ഹോൾ സ്ക്വയർ 1/4 എന്ന് വരും. സോ 9/4 ഈസ് ദർ ആൻഡ് ദെൻ മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ്. സോ ഇറ്റ് ഈസ് മൈനസ് 8/4. സോ 8/4 എന്ന് പറയുമ്പോൾ 2xc ന്യൂ ഇ ബാർ എന്ന് വരും. അപ്പോൾ അതൊന്ന് രണ്ടിടത്ത് നമുക്ക് ന്യൂ ഇ ബാർ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ദ എക്സ്പ്രഷൻ വിൽ ബിക്കം ന്യൂ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 2xc എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്പെക്ട്രൽ ലൈൻ ഫോർ ദ ട്രാൻസിഷൻ വി ഈക്വൽ ടു 0 to വി ഈക്വൽ ടു 1 എന്ന് പറയുന്നതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷന് കിട്ടുന്നതാണ് നമുക്കിത്. ഇനി ഇതുപോലെ നമ്മൾ അതേ കേസ് തന്നെ വി ഈക്വൽ ടു 0 എന്ന് വി ഈക്വൽ ടു 2ലേക്ക് പോസിബിളാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 2+ ഇവിടെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു 2 എന്ന് വി ഈക്വൽ ടു 0ലേക്കാണ്. സോ ഇറ്റ് ഈസ്
2 plus half nu e bar minus 2 plus half the whole square x nu e bar minus ഇവിടെ ന്യൂ ഇ ബാർ ബൈ 2ഉം അതുപോലെ 1/2 ഹോൾ സ്ക്വയർ എക്സ് ന്യൂ ഇ ബാറും ബി ഈക്വൽ ടു 0 സ്റ്റേറ്റിൻ്റെ വാല്യൂ. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 5/2 ന്യൂ ഇ ബാർ ഉണ്ട്. ഈ ടേമിൽ 5/2 ന്യൂ ഇ ബാർ ഇസ് ദർ. ഇവിടെ ന്യൂ ഇ ബൈ 2 ഉള്ളൂ. സോ ഡിഫറൻസ് പറഞ്ഞാൽ 4/2 ദാറ്റ് ഈസ് 2 ന്യൂ ഇ ബാർ എന്ന് പറയും. 2 ന്യൂ ഇ ബാർ ഫസ്റ്റ് ടേമിന് റിമൈനിങ് വന്നിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ടേമിൽ ഇവിടെ 2 പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ആണ്. അതായത് 2 പ്ലസ് ഹാഫ് എന്ന് പറയുമ്പം 5/2 അതായത് 25/4 മൈനസ് ഇവിടെ 1/4 എന്ന് ഒബ്റ്റെയിൻ ചെയ്യും നമുക്ക്. സോ ഇറ്റ് ഈസ് 25/4 മൈനസ് 1/4 എന്ന് പറയും 4/4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. സോ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഇൻറ്റു ന്യൂ ഇ ബാറും ദെൻ മൈനസ് 6 ഇൻറ്റു എക്സ് ഇൻറ്റു ന്യൂ ഇ ബാർ എന്ന് പറയുന്നതാണ് സെക്കൻഡ് കേസിന് കിട്ടുന്നത്. then നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2 ഇൻറ്റു 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ നമ്മൾ കണ്ടത് ഔട്ട്സൈഡ് നമ്മൾ 2 എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു ന്യൂ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 3x എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഫസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് v ഈക്വൽ ടു 0 to 1 എന്നുള്ള ട്രാൻസിഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ന്യൂ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 2x ആണ്. ഈ കേസിലാണെങ്കിൽ നമുക്കത് 2 ന്യൂ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 3x ആയിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. v ഈക്വൽ ടു 0 to 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3ക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 3 പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് 3 പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ എക്സ് ന്യൂ ഇ ബാർ മൈനസ് v ഈക്വൽ ടു 0ക്ക് സെയിം എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലെ വരുന്നത് ഡിഫറൻസ് വരുന്നത് 3 ന്യൂ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 4x എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആദ്യത്തേതിൽ നമുക്ക് 1 ന്യൂ ഇ ബാർ ഇൻറ്റു ഒരു ടേം അഡീഷണലാണ്. അതുപോലെ സെക്കൻഡ് വൺ 2 ന്യൂ ഇ ബാർ ഇൻറ്റു ആണ്. തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ന്യൂ ഇ ബാർ. ഈ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം കിട്ടുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സിംഗിൾ സ്പെക്ട്രൽ ലൈൻ വരെ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഫ്രീക്വൻസി 2 ന്യൂ ഇ ബാറിൻ്റെ നിയർ ആണെങ്കിൽ ഫസ്റ്റ് വൺ നമുക്ക് 1 ന്യൂ ഇ ബാറിൻ്റെ നിയർ ആണെങ്കിൽ സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് 2 ന്യൂ ഇ ബാർ, തേർഡ് വൺ 3 ന്യൂ ഇ ബാർ ആ ഓർഡറിൽ വരുന്നതുകൊണ്ട് ഫസ്റ്റ് വണ്ണിനെ നമ്മൾ കോൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദ ഫണ്ടമെൻ്റൽ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി എന്ന് പറയും. സോ ന്യൂ ഇ ബാർ ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ഫണ്ടമെൻ്റൽ അബ്സോർപ്ഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ 2 ന്യൂ ഇ ബാർ 3 ന്യൂ ഇ ബാർ എക്സെട്ര ആർ കോൾഡ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓവർടോൺസ് റെസ്പെക്റ്റീവ്ലി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്പെക്ട്രം അതിൻ്റെ ഡിഫറെൻറ്റ് ലൈൻസ് ഒബ്സർവ് ചെയ്യുന്നതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ദ കൺക്ലൂഷൻ ഈസ് ദാറ്റ് the molecules does not obey the bond does not obey the Hooke's law. Instead it obeys more precisely it obeys the Morse function, and so that we get the different lines in the infrared region, or the vibration spectrum contains different spectral lines instead of a single spectral line എന്ന് പറയാൻ പറ്റും. ഇനി യൂഷ്വലി നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് ഈ ഒരു v ഈക്വൽ ടു 0 to 1 എന്നുള്ള ട്രാൻസിഷനാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് സോ v ഈക്വൽ ടു 0 മീൻസ് ഇറ്റ് ഈസ് എ ഗ്രൗണ്ട് വൈബ്രേഷണൽ സ്റ്റേറ്റ് ആണ്. സോ യൂഷ്വൽ കേസിൽ ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ആറ്റംസ് വിൽ ബി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമുക്കൊരു സ്പെക്ട്രൽ ലൈൻ ഒബ്സർവ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. അതായത് നമ്പർ ഓഫ് ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ട്രാൻസിഷനുള്ള പോസിബിലിറ്റി ആ സ്പെക്ട്രൽ ലൈൻ്റെ ഇൻറ്റൻസിറ്റിയും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു യൂഷ്വൽ കേസിൽ എപ്പോഴും v ഈക്വൽ ടു 0 to v ഈക്വൽ ടു 1 എന്നുള്ള ട്രാൻസിഷൻ ആണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ മോസ്റ്റ് ഇൻറ്റൻസ് ലൈൻ എപ്പോഴും v ഈക്വൽ ടു 0 to 1 ആണ് പോസിബിലിറ്റി വരുന്നത്. കാരണം വൈബ്രേഷണൽ ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻ കൂടുതലാണ്. അതായത് എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്. പക്ഷേ റൊട്ടേഷണൽ സ്റ്റേറ്റിൽ ഇതല്ല കേസ്. റൊട്ടേഷണലിലെ എല്ലാ നിയർ ലൈൻസും ആൾമോസ്റ്റ് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് എല്ലാ റൊട്ടേഷണൽ ലെവൽസും പെട്ടെന്ന് ഒക്യുപ്പൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വൈബ്രേഷണലിൻ്റെ കേസിൽ രണ്ട് വൈബ്രേഷണൽ സ്റ്റേറ്റ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് നേരത്തെ നമുക്ക് മൈക്രോവേവിൻ്റെ റീജിയനിലായിരുന്നെങ്കിൽ ഇവിടെ ഇൻഫ്രാറെഡ് ആണ്. മൈക്രോവേവിനേക്കാളും എനർജി കൂടിയതാണ് ഇൻഫ്രാറെഡ്.
അപ്പം ഇൻഫ്രാറെഡിലെ 2 സ്റ്റേറ്റ് V=0യും 1ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ അത്രയും ഡിഫറൻസ് ഏതിൽ വരില്ല? മൈക്രോവേവ് റീജിയൻ എടുക്കുമ്പോൾ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു നിയർ ബൈ എനർജി ലെവൽസ് കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞു ഏത് ജേക്കും വേണമെങ്കിൽ മാക്സിമം ആവാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ ആൻഡ് മെനി അതർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഓൾവേസ് അത് V=0 സ്റ്റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മോസ്റ്റ് ഇൻറ്റൻസ് ആയിട്ട് വരുന്ന ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു V=0 ടു V=1 സ്റ്റേറ്റ് ആയിരിക്കും. അതിനെ തന്നെയാണ് നമ്മളതിൻ്റെ ഫണ്ടമെൻ്റൽ അബ്സോർപ്ഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് അതിൻ്റെ ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഹോട്ട് ബാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് നമുക്കറിയാം ദർ ഇസ് എ ചാൻസ് ഫോർ ദീസ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ടു ബി ഓക്യുപ്പൈങ് സ്റ്റേറ്റ്സ് അതർ ദാൻ 0 സ്റ്റേറ്റ്. ഇപ്പോൾ 0 സ്റ്റേറ്റിന് കുറേ ആറ്റംസ് ഹൈ ടെമ്പറേച്ചറിലാകുമ്പം 0 സ്റ്റേറ്റിനേക്കാളും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ചിലപ്പം V=1 V=2 ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാകും. ആ കേസിൽ നമുക്ക് ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യാം. V=1 V=2ലേക്ക് വരുന്ന ഒരു ട്രാൻസിഷനൊക്കെ പോസിബിൾ ആവണമെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ഈസ് പോസിബിൾ ഓൺലി അണ്ടർ ഹൈ ടെമ്പറേച്ചർ. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്പെക്ട്രൽ ലൈനെയാണ് നമ്മൾ അതിൻ്റെ ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്ന നെയിമിൽ അറിയപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പ്രിലിമിനറി ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വി ക്യാൻ ടേക്ക് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.